BJP SNDP കൂട്ടുകെട്ടിനെതിരെ UDF കൺവെൻഷനിൽ രൂക്ഷ വിമർശനം. അമിത് ഷാ രാഷ്ട്രീയ ഗുണ്ടായിസത്തിന്റെയും കള്ളക്കച്ചവടത്തിന്റെയും വക്താവാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ മതേതര സ്വഭാവം തകർക്കാൻ ഗൂഢശ്രമം നടക്കുകയാണെന്ന് AK ആന്റണി ആരോപിച്ചു. LDFനെതിരെ കാര്യമായ വിമർശനം ഇല്ലാതെയാണ് പ്രമുഖ നേതാക്കളെല്ലാം പ്രസംഗം അവസാനിപ്പിച്ചത്. മതനിരപേക്ഷതയുടെ മണ്ണിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പറഞ്ഞു. വർഗീയ ശക്തികൾ വേരോടിയാൽ കേരളം ഭ്രാന്താലയമായി മാറും. അരുവിക്കര കട്ടിൽ കണ്ട് BJP പനിക്കണ്ട. തെരഞ്ഞെടുപ്പിലെ മത്സരം ഇടതുപക്ഷവുമായാണ്. കേരളത്തിൽ മാത്രം അങ്ങനെ ഇന്ത്യക്ക് മാതൃകയായി ഒരു സമുദായ സൗഹാർദ്ദം ഉണ്ടാകേണ്ട. അതുകൊണ്ട് സമുദായ സൗഹാർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ മതമൈത്രിയുടെ അന്തരീക്ഷം കേരളത്തിൽ തല്ലി തകർക്കണം. ഒരു വാശിയിൽ ഒരു വൈരാഗ്യത്തിൽ അജണ്ടയായി BJPയും RSSും നരേന്ദ്രമോദിയും അമിത്ഷായും ഏറ്റെടുത്തിരിക്കുകയാണ്. അവർക്ക് ചുട്ട മറുപടി ഈ പഞ്ചായത്തിൽ നമുക്ക് സാധിക്കണം. കള്ളക്കച്ചവടത്തിന്റെ വക്താവാണ് BJP അധ്യക്ഷൻ അമിത് ഷാ എന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. രാഷ്ട്രീയ ഗുണ്ടായിസത്തിന്റെയും രാഷ്ട്രീയ കള്ള കച്ചവടത്തിന്റെയും വക്താവായിട്ടുള്ള അമിത് ഷാ നരേന്ദ്രമോദി ആ കൂട്ടുകെട്ടിൽ ആകൃഷ്ടരായി കച്ചവട മനസ്സുള്ള പലരും, കള്ളക്കച്ചവട മനസ്സുള്ള പലരും, അതുപോലെ തന്നെ പൊതുജീവിതത്തിൽ ഒരു തരത്തിലുള്ള ധാർമ്മികമായ ചിട്ടകളോ സമീപനമോ ഇല്ലാത്തവർ അതാത് കാലങ്ങളിൽ തങ്ങളുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവർ സംഘടിതമായി മുന്നോട്ട് വരുന്നു. മതേതരത്വത്തെക്കുറിച്ച് BJPയും അവരുടെ പിടിയാളുകളായിട്ടുള്ള പുത്തൻ കൂട്ടാളികളും മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അറവുകാര് അഹിംസയെക്കുറിച്ച് പറയുന്ന ഒരു വിശ്വാസമാണ്, ഒരു സന്ദേശമാണ്, ഒരു ധാരണയാണ് ജനങ്ങൾക്കുണ്ടാകുന്നത്. സംസ്ഥാനത്തേക്ക് ഭീകരവാദവും തീവ്രവാദവും ഫാസിസവും കടന്നുവരാൻ പാടില്ലെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. വർഗീയ അതേപോലെ തന്നെ ഭീകരവാദവും തീവ്രവാദവും ഫാസിസവും ഇവിടെ ഇന്ന് നമ്മെ ചൂഷണം ചെയ്യുവാൻ ആരും അനുവദിക്കാതെ അത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വിധം നാം ഒന്നിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന്. കേരളത്തിൽ വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും സ്ഥാനമില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ. അനുദിനം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന BJP കേരളത്തിൽ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. വിഭാഗീയതയ്ക്ക് കേരളം ഒരിക്കലും കൂട്ടുനിൽക്കത്തില്ല. നിലവിലെ ദുർഗതി എങ്ങനെയുണ്ടായെന്ന് CPM പരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ രാഷ്ട്രീയമാണ് ഈ ആളുകൾ കൊഴിഞ്ഞ് വർഗീയ പാർട്ടികളിലേക്ക് പൊക്കോട്ടിരിക്കുന്നത്. CPM ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വർഗീയതയെ താലോലിക്കുകയാണ്. പ്രധാന എതിരാളി ഇടതുപക്ഷമെന്ന് ആവർത്തിക്കുമ്പോഴും BJPയുടെ ശക്തിയെ കുറച്ചു കാണില്ലെന്നാണ് നേതാക്കളുടെ പ്രതികരണം വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.